എല്ലാവർക്കും PSC സഹായിലോട്ട് സ്വാഗതം. PSC സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ഭരണഘടനയെക്കുറിച്ച് അല്ലേ. ഇപ്പോൾ ഈ കഴിഞ്ഞ പരീക്ഷയിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3-4 ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. നമുക്കതിനെക്കുറിച്ചൊന്ന് നോക്കാം. ഓക്കെ, ഈ എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസൊക്കെ മുൻ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസാണ്. നിങ്ങൾക്ക് എന്തായാലും ഇത് ഈ ക്ലാസ് കേൾക്കുന്നതിൽ നഷ്ടമാവില്ല. തീർച്ചയായും ഇത് കേട്ടിരിക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഏത് ഭാഗത്താണ്? ഭാഗം 4. ഈ നിർദ്ദേശക തത്വങ്ങൾ എവിടെ നിന്നാണ് കടമെടുത്തതെന്ന് അറിയാവോ? ഏത് രാജ്യത്ത് നിന്നാണെന്ന്? അയർലൻഡ്. നിങ്ങളിതെല്ലാം നല്ല രീതിയിൽ കേട്ടിട്ട് പോവാം. അടുത്ത ഘട്ടക്കാർക്ക് ഉപകാരപ്രദമാകും വിധം ഒരു വീഡിയോ ആണ്. വീഡിയോ ലാസ്റ്റ് വരെ കേൾക്കുക. ഓക്കെ, ഈ ഇന്ത്യൻ ഭരണഘടനയിലെ മാർഗനിർദ്ദേശ തത്വങ്ങൾ ഏത് രാജ്യത്തു നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത്? അയർലൻഡ്. അതുപോലെ അനുച്ഛേദം 36 മുതൽ 51 വരെയാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. അനുച്ഛേദം 36 മുതൽ 51 വരെ. അതുപോലെ തന്നെ നിർദ്ദേശ തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ആദ്യ രാജ്യം സ്പെയിനാണ്. ഇത് എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് അറിയത്തില്ല. ഇപ്പോഴത്തെ PSCയുടെ പോക്ക് അനുസരിച്ച് ഏത് അറ്റത്തുനിന്നും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതാ ഇത്രയും ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിൽ ബജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പ് 112. ഭരണഘടന ഉറപ്പു നൽകുന്ന 6 മൗലിക അവകാശങ്ങളെക്കുറിച്ച് പറയുന്ന വകുപ്പുകൾ ആർട്ടിക്കിൾ 14 മുതൽ 32 വരെയാണ്. ഭരണഘടന ഉറപ്പു നൽകുന്ന 6 മൗലിക അവകാശങ്ങളെക്കുറിച്ച് പറയുന്ന വകുപ്പുകൾ ആർട്ടിക്കിൾ 14 മുതൽ 32 വരെയാണ്. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 29-30 വരെ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭരണഘടനയിലെ ആർട്ടിക്കിൾ 29-30 വരെ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ. എന്താണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയത് ഏത് ഭേദഗതിയിലൂടെയാണ്? ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയത് ഏത് ഭേദഗതിയിലൂടെയാണ്? 102-ാം ഭേദഗതി. ഏതാണ് 102-ാം ഭേദഗതി? നിയമം 2018. നിയമം 2018-ലെ 102-ാം ഭേദഗതിയിലൂടെയാണ് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയത്. അടുത്തത്, കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. കേരള സ്റ്റേറ്റ് ആണ് കേട്ടോ. കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. 1993 ഡിസംബർ 3-ാം തീയതി നിലവിൽ വന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 243 പ്രകാരമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ സ്ഥാപിതമായത്. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകൾ നടത്തുക എന്നതാണ് കമ്മീഷന്റെ പ്രധാന ചുമതല. പഞ്ചായത്ത്, നിയമസഭാ മണ്ഡലം, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി എന്നിവയുടെ അതിർത്തി നിർണയം സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലയാണ്. ഇതിലേതാണ് ശരി? കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട 1, 2, 3 ആണ് കേട്ടോ. 1, 2, 3 എങ്ങനെയാണ്? 1993 ഡിസംബർ 3-ാം തീയതി നിലവിൽ വന്നു. രണ്ടാമത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 243 പ്രകാരമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ സ്ഥാപിതമായത്. മൂന്നാമത്തെ എന്താണ്? പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകൾ നടത്തുക എന്നതാണ് കമ്മീഷന്റെ പ്രധാന ചുമതല. 4 എന്തിനാണ്? പഞ്ചായത്ത്, നിയമസഭാ മണ്ഡലം, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി എന്നിവയുടെ അതിർത്തി നിർണയം സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലയാണോ? അല്ല, അത് അതിർത്തി നിർണയമാണ്. അത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലയല്ല. അപ്പം ശരിയായിട്ടുള്ളത് ഏതാണ്? 1, 2, 3 ആണ് കേട്ടോ. ഈ എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് എന്തായാലും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? 1. 1976-ലെ 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്തു. 1977 ജനുവരി 3 മുതൽ പ്രാബല്യം. 3. ഭരണഘടനയുടെ 4A ഭാഗത്ത് പ്രതിപാദിക്കുന്നു. 4-മത്തത്, നിലവിൽ 10 മൗലിക കർത്തവ്യങ്ങളാണുള്ളത്. ഇതിലേതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 1, 2, 3 ആണ് അല്ലേ. 1976-ലെ 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്തു. രണ്ടാമത്തെ 1977 ജനുവരി 3 മുതൽ പ്രാബല്യത്തിൽ. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഭരണഘടനയുടെ 4A ഭാഗത്ത് പ്രതിപാദിക്കുന്നു. നിലവിൽ എത്ര മൗലിക കർത്തവ്യങ്ങളാണുള്ളത്? അത് 10 ആണോ ഉള്ളത്?
നിലവിൽ 11 മൗലിക കർത്തവ്യങ്ങളാണ് ഉള്ളത്. എത്രയാണ്? 11. ഓക്കെ, ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള യോഗ്യതകൾ വിവരിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 58. ഇന്ത്യൻ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള യോഗ്യതകൾ വിവരിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 58. പ്രധാനമന്ത്രി ഉൾപ്പെടെ കേന്ദ്രമന്ത്രിസഭയുടെ ആകെ അംഗങ്ങളുടെ എണ്ണം ലോകസഭാ മെമ്പർമാരുടെ 15% നിജപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? പ്രധാനമന്ത്രി ഉൾപ്പെടെ കേന്ദ്രമന്ത്രിസഭയുടെ ആകെ അംഗങ്ങളുടെ എണ്ണം ലോകസഭാ മെമ്പർമാരുടെ 15% നിജപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതിയാണ് 91-ാം ഭരണഘടനാ ഭേദഗതി. അടുത്ത ക്വസ്റ്റ്യൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 1975 അടിയന്തരാവസ്ഥ പുറപ്പെടുവിച്ചതിനെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? അടിയന്തരാവസ്ഥയെക്കുറിച്ചാണ് കേട്ടോ. 1975 അടിയന്തരാവസ്ഥ. നമ്മുടെ ഇന്ത്യയിൽ എത്ര തവണ അടിയന്തരാവസ്ഥ ഉണ്ടായിട്ടുണ്ട്? 3 തവണയാണ് അല്ലേ? അത് വർഷങ്ങളൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഒരു വട്ടം കൂടെ ഞാൻ പറയാം. ആദ്യമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 1962 ഒക്ടോബർ 20. രണ്ടാമത്തത് 1971 ഡിസംബർ 3-നാണ്. മൂന്നാമത്തെയാണ് 1975 ജൂൺ 25-ന്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് വരാം. അടിയന്തരാവസ്ഥ പുറപ്പെടുവിച്ചതിനെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. ഓക്കെ, 1. ഭരണഘടനയുടെ 352-ാം വകുപ്പ് പ്രകാരമാണ് ഇത് ചുമത്തിയത്. അടിയന്തരാവസ്ഥയുടെ പ്രഖ്യാപനം ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളും ഫെഡറൽ വ്യവസ്ഥകളും പൗരാവകാശങ്ങളും താത്കാലികമായി നിർത്തിവെച്ചു. ഉത്തരവുകളുടെയും നിയമങ്ങളുടെയും ഭരണഘടനാ ഭേദഗതികളുടെയും പരമ്പരകൾ എക്സിക്യൂട്ടീവിൻ്റെ പ്രവർത്തനം പരിശോധിക്കാനുള്ള ജുഡീഷ്യറിയുടെ അധികാരം കുറച്ചു. ഇതിലേതൊക്കെയാണ് ശരി? 1, 3 ഭരണഘടനയുടെ 352-ാം വകുപ്പ് പ്രകാരമാണ് ഇത് ചുമത്തിയത്. മൂന്നാമത്തത്, ഉത്തരവുകളുടെയും നിയമങ്ങളുടെയും ഭരണഘടനാ ഭേദഗതികളുടെയും പരമ്പരകൾ എക്സിക്യൂട്ടീവിൻ്റെ പ്രവർത്തനം പരിശോധിക്കാനുള്ള ജുഡീഷ്യറിയുടെ അധികാരം കുറച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ അധികാര സ്രോതസ്സ് ഇന്ത്യൻ ജനങ്ങളാണ് എന്ന് സൂചിപ്പിക്കുന്നത് ആമുഖത്തിൽ. ഇന്ത്യൻ ഭരണഘടനയുടെ അധികാര സ്രോതസ്സ് ഇന്ത്യൻ ജനങ്ങളാണ് എന്ന് സൂചിപ്പിക്കുന്നത് ആമുഖത്തിൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 9A ചേർത്തത് താഴെ പറയുന്നവയിൽ ഏതുവഴിയാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 9A ചേർത്തത് താഴെ പറയുന്നവയിൽ ഏത് വഴിയാണ്? 74-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ. 74-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കൺകറൻറ്റ് ലിസ്റ്റിൽ ഉള്ളത്? ആ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. കൺകറൻറ്റ് ലിസ്റ്റിൽ ഉള്ളത് ഏതൊക്കെയാണ്? വർത്തമാന പത്രങ്ങൾ, പുസ്തകങ്ങൾ, അച്ചടി പ്രസ്സുകൾ. അത് മാത്രമല്ല, വിദ്യാഭ്യാസം, സാമ്പത്തിക ആസൂത്രണം, ക്രിമിനൽ നിയമങ്ങൾ, വിവാഹവും വിവാഹമോചനവും, വില നിയന്ത്രണം, ജനസംഖ്യാ നിയന്ത്രണം, കുടുംബാസൂത്രണം, ഇലക്ട്രിസിറ്റി, വനം, നീതിന്യായ ഭരണം, ജനന മരണ രജിസ്ട്രേഷൻ, അളവ് തൂക്കം, തൊഴിലാളി സംഘടനകൾ. ഇതാണ് പ്രധാനമായിട്ടും PSC ചോദിക്കുന്നവ. ഏതൊക്കെയാണ്? വിദ്യാഭ്യാസം, സാമ്പത്തിക ആസൂത്രണം, ക്രിമിനൽ നിയമങ്ങൾ, വിവാഹവും വിവാഹമോചനവും, വില നിയന്ത്രണം, ജനസംഖ്യാ നിയന്ത്രണം, കുടുംബാസൂത്രണം, ഇലക്ട്രിസിറ്റി, വനം, നീതിന്യായ ഭരണം, ജനന മരണ രജിസ്ട്രേഷൻ, അളവ് തൂക്കം, തൊഴിലാളി സംഘടനകൾ. അതുമാത്രമല്ല, 1976 42-ാം ഭേദഗതിയിലൂടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും 5 വിഷയങ്ങൾ കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏതൊക്കെയാണെന്നറിയാമോ? വിദ്യാഭ്യാസം, വനം, അളവ് തൂക്കം, നീതിന്യായ ഭരണം, വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം. ഇതൊന്ന് നോക്കി വെച്ചോ. PSC ചിലപ്പോൾ നമ്മൾ ചിലപ്പം വിട്ടുപോയതായിരിക്കും PSC ചിലപ്പം ചോദിക്കുക. അതുകൊണ്ട് ഇതെല്ലാം ഒന്ന് നോക്കി വെച്ചോണം. അതൊന്നും കൂടെ പറയാം. 1976 42-ാം ഭേദഗതിയിലൂടെയാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും 5 വിഷയങ്ങൾ കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത്. ഏതൊക്കെയാണ്? വിദ്യാഭ്യാസം, വനം, അളവ് തൂക്കം, നീതിന്യായ ഭരണം, വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം. ഓക്കെ, ഇത് നോക്കി വെച്ചോ. ഇത് PSC മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. ഏതൊക്കെ വിഷയങ്ങളാണ് മാറ്റിയെന്നുള്ളത് ഇനിയും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അതുമാത്രമല്ല, ഈ ലിസ്റ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 246 കേട്ടോ. 246 അനുച്ഛേദം
അനുച്ഛേദം 246 ഭരണഘടനയുടെ 7-ാം പട്ടികയിലാണ് ലിസ്റ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. എങ്ങനെയാണ്? ഘടനയുടെ 7-ാം പട്ടികയിലാണ് ലിസ്റ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഈ 3 ലിസ്റ്റുകൾ നിങ്ങൾക്കറിയാലോ, സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. അതിൽ സ്റ്റേറ്റ് ലിസ്റ്റും യൂണിയൻ ലിസ്റ്റും എന്നീ ആശയങ്ങൾ കടമെടുത്തത് കാനഡയിൽ നിന്നാണ്. എവിടെ നിന്നാണ്? കാനഡ. സ്റ്റേറ്റ് ലിസ്റ്റും യൂണിയൻ ലിസ്റ്റും എന്നീ ആശയങ്ങൾ കടമെടുത്തത് കാനഡയിൽ നിന്നും, കൺകറന്റ് ലിസ്റ്റ് കടമെടുത്തത് ഓസ്ട്രേലിയയിൽ നിന്നുമാണ് കേട്ടോ. ഒന്നും കൂടെ പറയാം. സ്റ്റേറ്റ് ലിസ്റ്റും യൂണിയൻ ലിസ്റ്റും എന്നീ ആശയങ്ങൾ കടമെടുത്തേക്കുന്നത് കാനഡയിൽ നിന്നും, കൺകറന്റ് ലിസ്റ്റ് കടമെടുത്തേക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നും. അതുമാത്രമല്ല, യൂണിയൻ ലിസ്റ്റിൽ ഇപ്പോൾ 100 വിഷയങ്ങളാണുള്ളത്. തുടക്കത്തിൽ 97 യൂണിയൻ ലിസ്റ്റിൽ ഇപ്പോൾ 100 വിഷയങ്ങളും തുടക്കത്തിൽ 97 സ്റ്റേറ്റ് ലിസ്റ്റിൽ 61 വിഷയമായിരുന്നു. തുടക്കത്തിൽ 66 വിഷയം ഉണ്ടായിരുന്നു. കൺകറന്റ് ലിസ്റ്റിൽ 52 വിഷയങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. തുടക്കത്തിൽ 47 വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിലെ സ്റ്റേറ്റ് പോളിസിയുടെ ഡയറക്റ്റീവ് തത്വങ്ങൾ, ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് 1935 ഇന്ത്യ ഗവൺമെൻറ് ആക്ടിലാണ്. എങ്ങനെയാണ്? ഇന്ത്യൻ ഭരണഘടനയിലെ സ്റ്റേറ്റ് പോളിസിയുടെ ഡയറക്റ്റീവ് തത്വങ്ങൾ, ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് 1935 ഇന്ത്യ ഗവൺമെൻറ് ആക്ടിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ. സിവിൽ സർവീസുകാർക്ക് ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പാക്കുന്നതാണ് ആർട്ടിക്കിൾ 311. സിവിൽ സർവീസുകാർക്ക് ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പാക്കുന്നതാണ് ആർട്ടിക്കിൾ 311. കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? അടുത്ത ക്വസ്റ്റ്യനാണ്. കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്. 1. 52-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം നിലവിൽ വന്നു. 2. 1990-ലാണ് നിലവിൽ വന്നത്. 3. ഭരണഘടനയുടെ 10-ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. 4. 107 ഭരണഘടനാ അനുച്ഛേദത്തിൽ കൂറുമാറ്റ നിരോധന നിയമത്തെപ്പറ്റി പ്രതിപാദിക്കുന്നു. ഇതേതൊക്കെയാണ് ശരി? 1ഉം 3ഉമാണ് അല്ലേ? എന്താണ് പറയുന്നത്? 1. 52-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം നിലവിൽ വന്നു. അത് ശരിയാണ് അല്ലേ? മൂന്നാമത്തേത് ഭരണഘടനയുടെ 10-ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. രണ്ടാമത്തെ എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത്? 1990-ലാണ്. അല്ല, 90-ലല്ല, 1985-ലാണ് കൂറുമാറ്റ നിരോധന നിയമം പാസ്സാക്കിയത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ശരിയല്ലാത്ത ജോഡികൾ. ശരിയായ ജോഡികളല്ല, ശരിയല്ലാത്ത ജോഡികളാണ് അടയാളപ്പെടുത്തേണ്ടത്. ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയുടെ താത്കാലിക അധ്യക്ഷൻ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. സച്ചിദാനന്ദ സിൻഹ ഭരണഘടനയുടെ ആമുഖം എഴുതിയത്. ഇതിൽ ഏതൊക്കെയാണ് ശരിയല്ലാത്തത്? ശരിയായത് ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആണ് അല്ലേ? നമ്മൾ അന്ന് മുതലേ പഠിക്കുന്നതാണ്. ഇതെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമായിരിക്കും. ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ. ഇതിൽ ശരിയല്ലാത്തത് 2ഉം 4ഉമാണ് അല്ലേ? ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയുടെ താത്കാലിക അധ്യക്ഷനാണോ? അല്ല. പിന്നെ ആരാണ്? താത്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹയായിരുന്നു അല്ലേ? താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹയാണ്. സ്ഥിര അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഇതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക കേട്ടോ. അതുപോലെ തന്നെ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു അല്ലേ? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു. ഇതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. തീർച്ചയായിട്ടും ഇനി വരുന്ന PSC എക്സാമുകൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസാണ്. നിങ്ങളിതെല്ലാം അറിഞ്ഞു വയ്ക്കുക. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വം വിശദീകരിക്കുന്ന ആർട്ടിക്കിൾ ഏത്? ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വം വിശദീകരിക്കുന്ന ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ് അല്ലേ? 5 മുതൽ 11 വരെയാണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അത് ഏത് ഭാഗത്തിലാണ്? പാർട്ട് 3ലാണ്. അതുമാത്രമല്ല, ഇന്ത്യ ഏകപൗരത്വം എന്ന ആശയം കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാണ്. ഇന്ത്യ ഏകപൗരത്വം എന്ന ആശയം കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാണ്. ഓക്കെ, ഇതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. അടുത്തത്. ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം 25 മുതൽ 28 വരെയുള്ള ഭാഗങ്ങളിൽ ഏത് മൗലിക അവകാശത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? 25 മുതൽ 28 വരെയുള്ളതിൽ അനുച്ഛേദം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അനുച്ഛേദം 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ നിയമനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? നല്ലോണം നോക്കണം. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറാണ് കേട്ടോ.
1. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ്. 2. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. 3. കാലാവധി 65 വയസ്സ് തികയുന്നതുവരെയോ അല്ലെങ്കിൽ പരമാവധി 5 വർഷമോ ആകുന്നു. 4. ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം 243 വകുപ്പ് 1 പ്രകാരമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത്. ശരിയായ ഉത്തരം ഏതൊക്കെയാണ്? 1, 3, 4 ആണ് കേട്ടോ. 1, 3, 4. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ്. കാലാവധി 65 വയസ്സ് തികയുന്നതുവരെയോ അല്ലെങ്കിൽ പരമാവധി 5 വർഷമോ ആകുന്നു. ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം 243 വകുപ്പ് 1 പ്രകാരമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത്. ഇത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്ന അതല്ല. സംഭവം ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നതാണ് രാഷ്ട്രപതി. ഒന്ന് തെറ്റാതെ നോക്കിക്കോണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത് ഏത്? 1. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. 2. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. 3. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. 4. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. ഇതിൽ ഏതാണ് ഭരണഘടനാ സ്ഥാപനമല്ലാത്തത്? 3ഉം 4ഉം അല്ലേ? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. കേരള പബ്ലിക് സർവീസ് കമ്മീഷനും സംസ്ഥാന ധനകാര്യ കമ്മീഷനും ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. നെക്സ്റ്റ്, ഇന്ത്യയിലെ സംസ്ഥാന ഗവർണറായി നിയമിക്കപ്പെടുന്നതിനുള്ള യോഗ്യതകൾ വിവരിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ഏത്? ആർട്ടിക്കിൾ 157 ആണ്. ആർട്ടിക്കിൾ 157. അടുത്തത്, 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസ അവകാശം മൗലിക അവകാശമായി ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം ഏത്? അനുച്ഛേദം 21A ആണ് കേട്ടോ. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസ അവകാശം മൗലിക അവകാശമായി ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 21A. ഓക്കെ. അടുത്തത്, ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്ന്? 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് 1950 ജനുവരി 26. ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? 4A. ഭരണഘടനയുടെ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് 4A. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട കേശവാനന്ദ ഭാരതി കേസിൽ താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത് എന്നാണ്. പ്രസ്താവനകൾ തന്നിട്ടില്ല. ആൻസർ, ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന ആശയം സുപ്രീം കോടതി കൊണ്ടുവന്നു എന്നാണ് കേശവാനന്ദ ഭാരതി കേസിൽ നടന്നിട്ടുള്ളത്. ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന ആശയം സുപ്രീം കോടതി കൊണ്ടുവന്നു എന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ DP ഗെയ്താൻ്റെ നിര്യാണത്തെ തുടർന്നുണ്ടായ ഒഴിവിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗമാണ് TT കൃഷ്ണമാചാരി. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ DP ഗെയ്താൻ്റെ നിര്യാണത്തെ തുടർന്നുണ്ടായ ഒഴിവിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗമാണ് DT കൃഷ്ണമാചാരി. അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ നികുതി പങ്കിടുന്നതിനെപ്പറ്റി രാഷ്ട്രപതിക്ക് നിർദ്ദേശം സമർപ്പിക്കുന്നതിന് അധികാരമുള്ള ഭരണഘടനാ സ്ഥാപനമാണ് ധനകാര്യ കമ്മീഷൻ. എന്താണ്? കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ നികുതി പങ്കിടുന്നതിനെപ്പറ്റി രാഷ്ട്രപതിക്ക് നിർദ്ദേശം സമർപ്പിക്കുന്നതിന് അധികാരമുള്ള ഭരണഘടനാ സ്ഥാപനമാണ് ധനകാര്യ കമ്മീഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ രേഖ എന്ന് N.A. പൽക്കിവാല വിശേഷിപ്പിച്ചത് ആമുഖത്തെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ രേഖ എന്ന് N.A. പൽക്കിവാല വിശേഷിപ്പിച്ചത് ആമുഖത്തെയാണ്. അതുമാത്രമല്ല, ഇന്ത്യൻ ഭരണഘടനയുടെ മനസ്സാക്ഷി എന്നറിയപ്പെടുന്നത് ആമുഖമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ മനസ്സാക്ഷി എന്നറിയപ്പെടുന്നത് ആമുഖമാണ്. ഈ ആമുഖത്തെ തന്നെ ഒരുപാട് പേർ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്ക് നോക്കാം. K.N. മുൻഷിയാണ് ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതക എന്ന് വിശേഷിപ്പിച്ചത്. എങ്ങനെയാണ്? K.M. മുൻഷിയാണ് ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതക എന്ന് വിശേഷിപ്പിച്ചത്. ജവഹർലാൽ നെഹ്റു എന്താണ് വിശേഷിപ്പിച്ചത്? ആമുഖത്തെ ഭരണഘടനയുടെ ആത്മാവ്, താക്കോൽ എന്നിങ്ങനെയാണ് വിശേഷിപ്പിച്ചത്. അതുപോലെ തന്നെ ഏണസ്റ്റ് ബാർക്കർ ആമുഖത്തെ ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഏണസ്റ്റ് ബാർക്കർ ആമുഖത്തെ ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു എന്താണ് വിശേഷിപ്പിച്ചത്?
വിശേഷിപ്പിച്ചത്? ഭരണഘടനയുടെ ആത്മാവ്, താക്കോൽ എന്നിങ്ങനെ വിശേഷിപ്പിച്ചു. ഏണസ്റ്റ് ബാർക്കർ ആമുഖത്തെ ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിച്ചു. അതുമാത്രമല്ല, താക്കൂർ ദാസ് ഭാർഗവാണ് ആമുഖത്തെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത്. ആരാണ്? താക്കൂർ ദാസ് ഭാർഗവാണ് ആമുഖത്തെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത്. ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്ത കമ്മീഷനാണ് PK തുങ്കൻ കമ്മിറ്റി. എങ്ങനെയാണ്? ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്ത കമ്മീഷനാണ് PK തുങ്കൻ കമ്മിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞതാണ്. രാഷ്ട്രത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ സ്വാധീനത്തിൽ നിന്ന് രൂപം കൊണ്ടതാണ്? അയർലൻഡ്. രാഷ്ട്രത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡിൽ നിന്നാണ് രൂപം കൊണ്ടിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനാ ശില്പി. അതെല്ലാവർക്കും അറിയാം അല്ലേ? ഡോക്ടർ BR അംബേദ്കർ. അതിനെ എടുത്ത് പറയേണ്ട കാര്യമില്ല. ഇന്ത്യൻ ഭരണഘടനയിൽ പട്ടികജാതി പട്ടികവർഗങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? 330 മുതൽ 342 വരെയാണ്. നിങ്ങൾ ഈ അനുച്ഛേദങ്ങൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുകയോ അല്ലെങ്കിൽ എഴുതി പഠിക്കുകയോ എന്തെങ്കിലും ചെയ്തത് ബൈ ഹാർട്ട് ആക്കുക. ഇന്ത്യൻ ഭരണഘടനയിൽ പട്ടികജാതി പട്ടികവർഗങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് 330 മുതൽ 342 വരെ. ഓക്കെ. അടുത്തത്, ഭരണഘടനയുടെ മനസാക്ഷി എന്ന നിർദ്ദേശ തത്വങ്ങളെയും മൗലിക അവകാശങ്ങളെയും വിശേഷിപ്പിച്ചത് ഗ്രാൻവില്ലെ ഓസ്റ്റിനാണ്. ഭരണഘടനയുടെ മനസാക്ഷി എന്ന നിർദ്ദേശ തത്വങ്ങളെയും മൗലിക അവകാശങ്ങളെയും വിശേഷിപ്പിച്ചത് ഗ്രാൻവില്ലെ ഓസ്റ്റിനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത വ്യക്തിയാണ് JB കൃപലാനി. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത വ്യക്തിയാണ് JB കൃപലാനി. നമുക്കിതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരനാണ് MN റോയ്. എന്താണ്? ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരനാണ് MN റോയ്. ചിലപ്പോൾ ചോദിച്ചേക്കാൻ ചാൻസ് ഉള്ളതാണ്. നിങ്ങൾ വിട്ടുകളയരുത്, നിങ്ങൾ കേൾക്കാതെ പോവരുത്. അടുത്ത വേറെ ഒന്ന് വെച്ചാൽ, ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. ഏത് പാർട്ടിയാണ്? ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. അതുമാത്രമല്ല, 1945 വേവൽ പ്രഭു ഇന്ത്യക്കാർക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വെച്ച പ്ലാനായിരുന്നു വേവൽ പ്ലാൻ. എന്താണ്? 1945 വേവൽ പ്രഭു ഇന്ത്യക്കാർക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വെച്ച പ്ലാനായിരുന്നു വേവൽ പ്ലാൻ. അതുപോലെ തന്നെ ഈ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായ വർഷം അറിയാമോ? ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് 1946 ഡിസംബർ 6-നാണ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് 1946 ഡിസംബർ 6-നാണ്. ഓക്കെ. അതുപോലെ തന്നെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9-നാണ് കേട്ടോ. ഡിസംബർ 6-ന് രൂപീകൃതമായി, ഡിസംബർ 9-ന് ആദ്യ സമ്മേളനം നടന്നു. ഒന്ന് ഓർത്തു വെച്ചേക്കണം കേട്ടോ. പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിൽ വെച്ച് നടന്ന പ്രഥമ സമ്മേളനത്തിൽ 9 വനിതകൾ ഉൾപ്പെടെ 207 അംഗങ്ങൾ പങ്കെടുത്തു. പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിൽ വെച്ച് നടന്ന പ്രഥമ സമ്മേളനത്തിൽ 9 വനിതകൾ ഉൾപ്പെടെ 207 അംഗങ്ങൾ പങ്കെടുത്തു. പ്രഥമ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ, താത്കാലിക അധ്യക്ഷനാണ് കേട്ടോ, ആരായിരുന്നു? സച്ചിദാനന്ദ സിൻഹ. പ്രഥമ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? സച്ചിദാനന്ദ സിൻഹ. 1946 ഡിസംബർ 11-ൽ നടന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിര അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ് നേരത്തെ, എന്നാലും ഒന്നും കൂടെ ഒന്ന് പറഞ്ഞുതരാം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷൻ ആരായിരുന്നു? HC മുഖർജി. ആരാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷൻ? ആരായിരുന്നു? HC മുഖർജി. ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത് നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നു. അതിൽ നിന്ന് ഇത്രയും പറഞ്ഞു വന്നത്. അഭിസംബോധന ചെയ്തത് JB കൃപലാനിയാണ്. ഓക്കെ. അതുപോലെ തന്നെ 44-ാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതി ആരായിരുന്നു? നീലം സഞ്ജീവ് റെഡ്ഡിയാണ്. 44-ാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതി ആരായിരുന്നു? നീലം സഞ്ജീവ് റെഡ്ഡി. അടുത്തത്, ഭരണഘടനയിൽ ഭരണ ട്രൈബ്യൂണലിനെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് അനുച്ഛേദം 323A. ഭരണഘടനയിൽ ഭരണ ട്രൈബ്യൂണലിനെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് അനുച്ഛേദം 323A.
ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയുന്നതിന് നടപടികൾ സ്വീകരിക്കുവാൻ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദത്തിലാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്? ആർട്ടിക്കിൾ 47 കേട്ടോ. ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയുന്നതിന് നടപടികൾ സ്വീകരിക്കുവാൻ ഭരണഘടനയുടെ എത്രാമത്തെ ആർട്ടിക്കിളിലാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്? ആർട്ടിക്കിൾ 47. അടുത്ത ക്വസ്റ്റ്യൻ, 1978 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക അവകാശ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത മൗലിക അവകാശം ഏതാണ്? സ്വത്തവകാശം. 1978 ആ ഡേറ്റ് ഓർത്ത് വെച്ചോണം കേട്ടോ. 1978 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക അവകാശ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത മൗലിക അവകാശം ഏതാണ്? സ്വത്തവകാശം. നിലവിൽ സ്വത്തവകാശം ഒരു നിയമപരമായ അവകാശം മാത്രമാണ്. ഏത് ആർട്ടിക്കിളാണെന്നറിയാവോ? ഇപ്പം 300A പ്രതിപാദിക്കുന്നത്. നിലവിൽ സ്വത്തവകാശം ഒരു നിയമപരമായ അവകാശം മാത്രമാണ്. നിലവിലുള്ളതെന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 300A. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, അടിയന്തരാവസ്ഥ എന്ന വ്യവസ്ഥ ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്ന് ഇന്ത്യ കടം കൊണ്ടതാണ്? ജർമ്മൻ ഭരണഘടനയിൽ നിന്ന്. അടിയന്തരാവസ്ഥ എന്ന വ്യവസ്ഥ ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യ കടം കൊണ്ടത്? ജർമ്മൻ ഭരണഘടന. ഇന്ത്യൻ ഭരണഘടനയിൽ വിദ്യാഭ്യാസം എന്ന വിഷയം ഉൾപ്പെടുന്ന ലിസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു വിഷയമാണ്. എന്നാലും ഒന്നും കൂടെ പറയാം. ഇന്ത്യൻ ഭരണഘടനയിൽ വിദ്യാഭ്യാസം എന്ന വിഷയം ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏതാണ്? കൺകറൻറ്റ് ലിസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 39 അതിൻ്റെ പ്രസ്താവനകളും കാര്യങ്ങളും എടുത്തിട്ടില്ല. ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 39 അനുസരിച്ച് പറയുന്നതെന്ന് വെച്ചാൽ തുല്യ ജോലിക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ വേതനം ലഭിക്കാനുള്ള അവകാശം. ആർട്ടിക്കിൾ 39 പറയുന്നത് എന്താണ്? തുല്യ ജോലിക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ വേതനം ലഭിക്കാനുള്ള അവകാശം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇത് നമ്മൾ പറഞ്ഞതാണ്, എന്നാലും ഒന്നും കൂടെ ഒന്ന് നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്നത് 1946 ഡിസംബർ 9. രണ്ടാമത്തത്, പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭരണഘടനാ നിർമ്മാണ സമിതി അംഗങ്ങളെ തിരഞ്ഞെടുത്തത്. ആണോ? 1946 ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഇതിൽ ഏതൊക്കെയാണ് ശരി? 1, 3 അല്ലയോ? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്നത് 1946 ഡിസംബർ 9 അതുമാത്രമല്ല, ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് ഡിസംബർ 6-നാണ്. 1946 ഡിസംബർ 6 നമ്മൾ പറഞ്ഞതാണ്. അതുമാത്രമല്ല, 1946 ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനയിലെ ഏത് അനുച്ഛേദം അനുസരിച്ചാണ് ഇന്ത്യൻ പ്രസിഡന്റ് ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത്? ആർട്ടിക്കിൾ 280. ഭരണഘടനയിലെ അനുച്ഛേദം 280 പ്രകാരമാണ് ധനകാര്യ കമ്മീഷനെ പ്രസിഡന്റ് നിയമിക്കുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, 73-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം സംസ്ഥാന വിഷയങ്ങൾ ഉൾപ്പെടെ 29 വിഷയങ്ങൾ ഭരണഘടനയുടെ ഏത് പട്ടികയിലാണ് കൂട്ടിച്ചേർത്തത്? 11-ാം പട്ടികയിലാണ്. ഏത് പട്ടികയിലാണ്? 11-ാം പട്ടികയിലാണ്. ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ എവിടെ വന്നായിരുന്നു? കണ്ണൂർ, കൊല്ലം LDCയിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് ചോദിച്ചിരിക്കുന്നത് 73-ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമെന്നായിരുന്നു അല്ലേ? അതിൽ രണ്ടാമത്തെ പ്രസ്താവന തെറ്റായിരുന്നു. 12-ാം ഷെഡ്യൂളിലായിരുന്നു പറഞ്ഞിരുന്നത്. അത് ഏത് ഷെഡ്യൂളിലാണ്? 11-ാം ഷെഡ്യൂളിലാണ് 73-ാം ഭേദഗതി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 51A എത്ര മൗലിക കടമകൾ ഉൾപ്പെട്ടിരിക്കുന്നു? 11 ഇതേ ക്വസ്റ്റ്യൻസ് 2022 സിവിൽ പോലീസ് എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ LDCക്കും ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് പ്രസ്താവന ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലേ? പിന്നെ മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏതെന്ന് വെച്ചിട്ട് 3 പ്രസ്താവന തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അതിൽ ആൻസർ കൊടുത്തിട്ടില്ല. വകുപ്പ് 51A പ്രതിപാദിക്കുന്നു. ഭാഗം 3 ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. 12 മൗലിക കർത്തവ്യങ്ങളാണെന്ന് 12 മൗലിക കർത്തവ്യങ്ങളെന്നാണ് അതിൽ കൊടുത്തേക്കുന്നത്. എത്ര മൗലിക കടമകളുണ്ട്? 11 അല്ലേ? ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 51A എത്ര മൗലിക കടമകൾ ഉൾപ്പെട്ടിരിക്കുന്നു? 11 മൗലിക കടമകൾ ഉൾപ്പെട്ടിരിക്കുന്നു. ഓക്കെ അല്ലയോ?
മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ 4-ാം ഭാഗമായി കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ്? 42-ാം ഭേദഗതിയാണ്. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ 4-ാം ഭാഗമായി കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ്? 42-ാം ഭേദഗതിയാണ്. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോട് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥ ഏതാണ്? അയിത്ത നിർമ്മാർജ്ജനം. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥ ഏതാണ്? അയിത്ത നിർമ്മാർജ്ജനം. ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ്ണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്നാണ്? 1947 ജൂലൈ 22-നാണ്. ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ്ണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് 1947 ജൂലൈ 22-നാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തീർച്ചയായിട്ടും നിങ്ങളിത് കാണുക, നിങ്ങളിത് കാണാതെ പോകരുത്. വരുന്ന LDC എക്സാം ഉള്ളവരും PSC എക്സാം ഉള്ളവരും എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. നിങ്ങളിത് ലാസ്റ്റ് വരെ, കാരണം നിങ്ങൾക്ക് ചിലപ്പം ബോറടിക്കാൻ ചാൻസ് ഉണ്ട്. എന്നിരുന്നാലും നിങ്ങൾക്കിത് കേൾക്കുന്നതുകൊണ്ട് ഒരു നഷ്ടവും വരത്തില്ല. തീർച്ചയായിട്ടും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കാണും, ഉറപ്പാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പൂർണ്ണമായും രാഷ്ട്രത്തിൻ്റെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന യാതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ ബോധനം നൽകുവാൻ പാടുള്ളതല്ല എന്ന് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? 28(1) കേട്ടോ. പൂർണ്ണമായും രാഷ്ട്രത്തിൻ്റെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന യാതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ ബോധനം നൽകുവാൻ പാടുള്ളതല്ല എന്ന് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 28(1) അടുത്ത ക്വസ്റ്റ്യൻ. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട് ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 293 സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട് ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദം 293. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 3-ാം ഭാഗത്ത് അല്ലേ. ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് മൗലിക അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 3-ൽ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അനുച്ഛേദം 21(a)ൽ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അനുച്ഛേദം 21(a)ൽ. അടുത്ത ക്വസ്റ്റ്യൻ. മൗലിക കടമകൾ ഏത് വിദേശ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിട്ടുള്ളത്? സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. മൗലിക കടമകൾ ഏത് വിദേശ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിട്ടുള്ളത്? സോവിയറ്റ് യൂണിയൻ. അടുത്തത്. മൗലികാവകാശ സംരക്ഷണത്തിനായി റിട്ടുകൾ പുറപ്പെടുവിക്കാൻ ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണ്? 226. മൗലിക അവകാശ സംരക്ഷണത്തിനായി റിട്ടുകൾ പുറപ്പെടുവിക്കാൻ ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന ഭരണഘടന അനുച്ഛേദം 226. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച ഭരണഘടനാ അനുച്ഛേദം 32. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച ഭരണഘടനാ അനുച്ഛേദം 32 ആണ്. ഇന്ത്യൻ ഭരണഘടനയിലെ സമത്വം എന്ന ആശയം ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും സ്വീകരിച്ചതാണ്? ഫ്രാൻസ്. ഇന്ത്യൻ ഭരണഘടനയിലെ സമത്വം എന്ന ആശയം ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നും സ്വീകരിച്ചതാണ്? ഫ്രാൻസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ഷെഡ്യൂളിലാണ് യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള അധികാര വിഭജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? 7-ലാണ്, 7th. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഷെഡ്യൂളിലാണ് യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള അധികാര വിഭജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? 7ൽ. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മതേതരത്വം എന്ന വാക്ക് ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 42-ാം ഭേദഗതിയിലൂടെയാണ്. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മതേതരത്വം എന്ന വാക്ക് ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 42-ാം ഭേദഗതിയിലൂടെ. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? ആർട്ടിക്കിൾ 54-ലാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? ആർട്ടിക്കിൾ 54. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളാണ് പാർലമെൻറ്റിനും സംസ്ഥാന നിയമസഭയ്ക്കും ഇടയിൽ നികുതി ഉൾപ്പെടെയുള്ള നിയമനിർമ്മാണ അധികാരങ്ങൾ അനുവദിക്കുന്നത്? ആർട്ടിക്കിൾ 246. ചിലപ്പോൾ ചോദിച്ചേക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളാണ് പാർലമെൻറ്റിനും സംസ്ഥാന നിയമസഭയ്ക്കും ഇടയിൽ നികുതി ഉൾപ്പെടെയുള്ള നിയമനിർമ്മാണ അധികാരങ്ങൾ അനുവദിക്കുന്നത്? ആർട്ടിക്കിൾ 246. ചോദിക്കാൻ ചാൻസുള്ള ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ.
ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 124(2) അനുസരിച്ച് ഇന്ത്യൻ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 65 ആണ്. ആ ആർട്ടിക്കിൾ ഒന്ന് നോക്കി വെച്ചോ. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 124(2) അനുസരിച്ച് ഇന്ത്യൻ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 65 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ 122 ഭരണഘടനാ ഭേദഗതി ബിൽ താഴെ പറയുന്നവരിൽ ഏതിൻ്റെ അവതരണവുമായി ബന്ധപ്പെട്ടതാണ്? GST ആണ് കേട്ടോ. ഇന്ത്യയുടെ 122 ഭരണഘടനാ ഭേദഗതി ബിൽ താഴെ പറയുന്നവരിൽ ഏതിൻ്റെ അവതരണവുമായി ബന്ധപ്പെട്ടതാണ്? GST. 1960 കേരള സിവിൽ സർവീസ് നിയമം വർഗീകരണം, നിയന്ത്രണം, അപ്പീൽ എന്നിവയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഉണ്ടാക്കാൻ കേരള ഗവർണർക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 309 കേട്ടോ. 1960 കേരള സിവിൽ സർവീസ് നിയമം വർഗീകരണം, നിയന്ത്രണം, അപ്പീൽ എന്നിവയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഉണ്ടാക്കാൻ കേരള ഗവർണർക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 309. ഏറ്റവും ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 19 പ്രകാരമുള്ള സ്വാതന്ത്ര്യങ്ങളിൽ പെടാത്തത്? 1 ആവിഷ്കാര സ്വാതന്ത്ര്യം, 2 സംഘടനാ സ്വാതന്ത്ര്യം, 3 വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം. ഇതിലേതാണ് പെടാത്തത്? വിദ്യാഭ്യാസ സ്വാതന്ത്ര്യമാണ് പെടാത്തത്. ഓക്കെ അല്ലേ? ഈ ക്വസ്റ്റ്യനോടെ ഞാനിവിടെ നിർത്തുവാണ്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ്സ്, പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ലൈക്ക് ആൻഡ് ഷെയർ. വേറൊരു വിഷയമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.